ഏതൊരമ്മയാണ് സ്വന്തം മോളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്? എൻ്റെ വേദന എത്രത്തോളം സാറിന് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സാറ് നാളെ ഒരച്ഛനാകുമ്പോൾ ആ ദുഃഖം എത്ര തീവ്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് എൻ്റെ മകളെ ഇതിൽ നിന്നും ഒഴിവാക്കി തരണം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് അജിത അവൻ്റെ കാൽക്കൽ വീണിരുന്നു. ഒരു നിമിഷം അവനും അമ്പരന്ന് പോയി. അയ്യോ അമ്മേ, എന്തീ കാണിക്കുന്നത്? എഴുന്നേൽക്ക്. അവൻ പെട്ടെന്ന് അവർക്കരികിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് പറഞ്ഞിരുന്നു. എന്നാൽ എഴുന്നേൽക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. അവരുടെ കണ്ണുനീർച്ചീലുകൾ തന്നെ പൂർണ്ണമായും തകർക്കുന്നതായാണ് അവന് തോന്നിയത്. എന്തു പറഞ്ഞാണ് ഈ നിമിഷം താൻ അവരെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് പോലും അവൻ അറിയുമായിരുന്നില്ല. അമ്മ എഴുന്നേൽക്കൂ, നമുക്കെന്തിനും പരിഹാരമുണ്ടാക്കാം, നമുക്ക് സംസാരിക്കാം. അമ്മ ആദ്യം ഇവിടെ നിന്ന് എഴുന്നേൽക്ക്. സമാധാനപൂർവ്വം അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ എഴുന്നേറ്റു. എനിക്ക് ആകെയുള്ളൊരു മോളാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏക പ്രതീക്ഷയാണ്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അതുപോലെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവളെ ഞാൻ ഇത്രയും ദൂരം ജോലിക്ക് തന്നെ വിട്ടത്. സാറിനൊപ്പം ടൂറിനൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരമ്മയുടെ നിസ്സഹായത കൊണ്ടാണ് കൂടെ വിടേണ്ടി വന്നത്. ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ അവസ്ഥ മുതലെടുക്കരുത്. അവർ കൈകൾ തൊഴുതു. അമ്മ ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ ശ്രുതിയെ കണ്ടത്. അവരുടെ തൊഴുത കൈകൾ മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്കറിയാം, അവൾ എന്നോടെല്ലാം പറഞ്ഞു. അവൾ തന്നെയാണ് മോനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഈ ഇഷ്ടത്തിന് മുൻകൈ എടുത്തതെന്നുമൊക്കെ എന്നോട് പറഞ്ഞു. അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമത ചോദിക്കുന്നു. ദയവ് ചെയ്ത് അത് അവളുടെ പ്രായത്തിൻ്റെ വിവരക്കേടായിട്ട് മോന് കരുതണം. മോന് 2 വിവാഹം കഴിച്ചതോ അവളേക്കാളും 10-12 വയസ്സ് കൂടുതലുള്ളതോ ഒന്നുമല്ല എൻ്റെ പ്രശ്നം. ഒരമ്മ എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കേട്ട വാർത്തകൾ തന്നെയാണ്. 2 വിവാഹ ബന്ധത്തിലും ഒരുപാട് ആയുസ് ഭാര്യയ്ക്കുണ്ടായിരുന്നില്ല. അതറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ മോള് പറഞ്ഞയക്കുന്നത്? മരണം പേടിച്ച് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് അവരോട് പറയുന്നത്. ഞാനത് പറഞ്ഞ് അവൾ അംഗീകരിക്കുകയില്ല. കാരണം പ്രണയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരും ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല. എൻ്റെ മോൻ്റെ സ്ഥാനത്ത് നിന്നാണ് മോനോട് ഞാൻ അപേക്ഷിക്കുന്നത്. അവളെക്കാളും പക്വതയുള്ള ആളല്ലേ മോന്. മാത്രമല്ല അവളെക്കാളും ഒരുപാട് ലോകം കണ്ടതാണ്. മോൻ്റെ വിധിയിൽ എനിക്ക് വേദനയുണ്ട്. നല്ല മനുഷ്യരോട് ഈശ്വരൻ എന്തിനാ ഇത്രയും ക്രൂരത കാണിക്കുന്നത് എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. അത്തരമൊരവസ്ഥയിലൂടെയാണ് കുഞ്ഞിപ്പോൾ കടന്നു പോകുന്നത് എന്നമ്മയ്ക്കറിയാം. നല്ലൊരു മനസ്സുള്ള ആൾ തന്നെയാണ് മോന്. എൻ്റെ മോളുടെ കാല് ഞാൻ പിടിച്ചിട്ടും മോനോടുള്ള ഇഷ്ടത്തിൽ നിന്നും പിന്മാറാൻ അവൾ തയ്യാറല്ലെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവളോട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മോനെ കാണാൻ വേണ്ടി വന്നത്. ഒരമ്മയുടെ നിസ്സഹായതയാണ്. ഒരിക്കലും ഞാൻ എങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നറിയാം. എങ്കിലും എൻ്റെ അവസ്ഥ കൊണ്ടാണ് മോനെ. എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളെ ഈ ബന്ധത്തിൽ നിന്ന് ഒന്ന് മാറ്റണം. കണ്ണുകൾ നിറയാതിരിക്കാനാണ് ആ നിമിഷം സഞ്ജയ് ശ്രമിച്ചത്. ഒരിക്കൽ മരണപ്പെട്ടു പോയ തൻ്റെ അമ്മയെയാണ് ആ നിമിഷം അവൻ ഓർമ്മ വന്നത്. തൻ്റെ സ്വന്തം അമ്മ തനിക്ക് മുൻപിൽ വന്ന് അപേക്ഷിക്കുന്നത് പോലെ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ് അമ്മ പറയുന്നത്. അതിലൊരിക്കലും സ്വാർത്ഥതയില്ല. സ്വാർത്ഥതയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ ഏതമ്മയാണ് സ്വാർത്ഥത ആകാതിരിക്കുന്നത്? ഈ ലോകത്ത് ഒരമ്മ ഏറ്റവും കൂടുതൽ സ്വാർത്ഥയാകുന്നത് സ്വന്തം കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ ചിലപ്പോൾ വിശാല മനസ്സ് കാണിക്കും. പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം ഏതൊരമ്മയും സ്വാർത്ഥയാണ്. അത് കുറ്റമല്ല, അങ്ങനെയേ സംഭവിക്കൂ. അമ്മ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഞാൻ കാരണം അമ്മയ്ക്ക് ഒരിക്കലും ഒരു വിഷമവും ഉണ്ടാവില്ല. ഈ വിവാഹത്തിൽ നിന്ന് ശ്രുതി തന്നെ പിന്മാറും. ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അമ്മ വിചാരിക്കുന്നത് പോലെ എന്നെ മറക്കാൻ പറ്റാത്ത ബന്ധമൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞപ്പോൾ അയാൾക്ക് എന്നോടൊരു സഹതാപം തോന്നി. ആ സഹതാപം പ്രണയമായിട്ട് മാറി. അതിനപ്പുറം മറ്റൊന്നുമില്ല. പിന്നെ എപ്പോഴൊക്കെ ഒരു ജീവിതം ഞാനും സ്വപ്നം കണ്ടു എന്ന് പറയുന്നതാണ് സത്യം. എങ്കിലും ഞാൻ ശ്രുതിയെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. ഈ ബന്ധത്തിൽ നിന്നും ശ്രുതിയെ എങ്ങനെയെങ്കിലും പിന്മാറ്റണമായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അറിയാതെയാണെങ്കിലും അമ്മയുടെ മനസ്സ് വേദനിക്കാൻ ഞാനും കാരണമായിട്ടുണ്ട്. ഞാനും എവിടേക്കോ കുറച്ച് സ്വാർത്ഥനായി പോയി. അതുകൊണ്ടിപ്പോൾ അമ്മയ്ക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കേണ്ടി വന്നത്. ഞാൻ കാരണമാണ് അമ്മ വിഷമിച്ചത്. ഞാൻ അമ്മയോട് മാപ്പ് പറയുകയാണ്. ഒരിക്കലും മനഃപൂർവ്വം ഞാൻ ശ്രുതിയെ ഇതിലേക്ക് വലിച്ചിടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അറിയാതെ എപ്പോഴോ മനസ്സ് കൈവിട്ടു പോയതാണ്. മനുഷ്യനല്ലേ, എത്രയൊക്കെ നിയന്ത്രിച്ചാലും യഥാർത്ഥ സ്നേഹം മുൻപിൽ കിട്ടുമ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിപ്പോകും. അത് സ്വാഭാവികം. അത്തരത്തിലുള്ള ചാഞ്ചാട്ടം എനിക്കുണ്ടായി.
ആ സമയം ഞാൻ എൻ്റെ കുറവുകളെക്കുറിച്ച് ചിന്തിച്ചില്ല. ശ്രുതിയെ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ശ്രുതിയോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവൻ നൽകി രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. ശ്രുതി എന്നും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് എൻ്റെ സന്തോഷം. അമ്മ വിഷമിക്കേണ്ട, ഞാൻ കാരണം ഒരിക്കലും ശ്രുതിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഒരിക്കലും ശ്രുതിയെ വേദനിപ്പിക്കുകയുമില്ല. ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ ഞാൻ ശ്രുതിയോട് പറഞ്ഞോളാം ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന്. അവൾക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരു പിടിവാശിയുടെ പുറത്ത് പറയുന്നതാണ്. അമ്മയുടെ ദേഷ്യമൊന്നും കാണിക്കാതെ സ്നേഹത്തോടെ അവളോട് സംസാരിച്ച അവൾ അമ്മ പറയുന്നതിനപ്പുറം ഒന്നിനും പോകില്ല. ശ്രുതിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവളുടെ കുടുംബത്തോടുള്ള ഇഷ്ടത്തിൻ്റെ ത്രാസ് എന്നോടുള്ള ഇഷ്ടത്തിന് മുന്നിൽ എപ്പോഴും താണു തന്നെ ഇരിക്കും. അവൾക്ക് അത്ര പ്രിയപ്പെട്ടതാണ് അവളുടെ അച്ഛനും അമ്മയും അനുജനും ഒക്കെ. അവരെ വേദനിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രുതിയെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ആ പഴയ പ്രസരിപ്പോടെയും ഉത്സാഹത്തോടെയും കൂടെ തന്നെ. എൻ്റെ ജീവിതം അത് ഇങ്ങനെയൊക്കെ പോയതാ. അതൊരിക്കലും നന്നാവില്ലെന്ന് ഈശ്വരൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇടയ്ക്ക് കുറച്ച് സ്വപ്നങ്ങൾ കാണിച്ച് എന്നിട്ട് വീണ്ടും ആ സ്വപ്നത്തിൽ നിന്നും എന്നെ വേദനയിലേക്ക് എടുത്തിട്ടു. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും അങ്ങനെയാണ്. ജനിച്ച കാലം മുതൽ അതെൻ്റെ കൂടപ്പിറപ്പാണ്. അതിലെനിക്കിപ്പോൾ പരാതിയില്ല. കാരണം എത്രയോ കാലങ്ങളായി ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ വിഷമം അമ്മ നോക്കണ്ട. ഇതിലും വലിയ വിഷമങ്ങളൊക്കെ നേരിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പോലെയുള്ള ജീവിതവും ലോകവും ആരും കണ്ടിട്ടുണ്ടാവില്ല. വിഷമങ്ങളൊക്കെ എനിക്ക് ശീലമായതാണ്. ആ വിഷമത്തിൻ്റെ കൂടെ ഒരു ചെറിയ വിഷമം കൂടിയാകും ശ്രുതി എന്നുള്ളത് ഉറപ്പ്. വിഷമമില്ലാന്ന് ഞാൻ പറയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ശ്രുതിയെ മറക്കില്ല. എനിക്ക് മറക്കാനും പറ്റില്ല. അത്രത്തോളം എന്നെ സ്വാധീനിച്ച കുട്ടിയാണ് ശ്രുതി. പക്ഷേ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ ഒപ്പമാണെങ്കിൽ അവൾ ഒരിക്കലും സന്തോഷത്തോടെ ഇരിക്കില്ല. എൻ്റെ സമയദോഷം എൻ്റെ കൂടെയുള്ളവരെ കൂടെ ബാധിക്കും. അതങ്ങനെയാ. അതുകൊണ്ട് ശ്രുതി എപ്പോഴും സന്തോഷമായി തന്നെ ഇരിക്കണം. അതിന് ശ്രുതി എൻ്റെ അരികിൽ നിന്ന് മറ്റെവിടെയെങ്കിലും പോകണം, നന്നായി ജീവിക്കണം. നമുക്ക് ശ്രുതിയുടെ കല്യാണം നടത്തണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. മറ്റൊരാൾക്കൊപ്പം ഒരു ജീവിതം തുടങ്ങിയ ശ്രുതി എന്നെ മറക്കും. ഇല്ലാതെ അവളുടെ മനസ്സിൽ നിന്ന് ഞാൻ മാഞ്ഞു പോവില്ല. അതെനിക്ക് ഉറപ്പാണ്. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അമ്മ വിഷമിക്കേണ്ട, സമാധാനത്തോടെ ചെല്ല്. അവരുടെ തോളിൽ തട്ടി അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ മിഴികൾ ചുവന്നതും ആ കണ്ണുകൾ നിറഞ്ഞതും ആ അമ്മ ശ്രദ്ധിച്ചിരുന്നു. ഒരു നിമിഷം കുറ്റബോധം അവരെയും തളർത്താൻ തുടങ്ങി. പക്ഷേ സ്വന്തം മകളുടെ ജീവനില്ലാത്ത ശരീരം കാണുന്നതിലും വലുതല്ല അവൻ്റെ വേദനയും കണ്ണീരുമെന്ന് അവർക്ക് തോന്നിയിരുന്നു. അവൻ നൽകിയ വാക്കിൻ്റെ ഉറപ്പിൽ അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അവർ പുറത്തേക്ക് പോയതും അവൻ പെട്ടെന്ന് മുറിയിലേക്ക് നടന്നു. ആ സമയത്താണ് മല്ലിക പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഒരു ട്രെയിൽ എന്തോ കുടിക്കാനും അവർ കരുതിയിട്ടുണ്ട്. ശ്രുതിയുടെ അമ്മ പോയോടാ? മുകളിലേക്ക് കയറി പോകുന്ന അവനോട് അവർ ചോദിച്ചു. അവർക്ക് മുഖം നൽകാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കാതെയാണ് മറുപടി പറഞ്ഞത്. പോയി, എന്തോ ധൃതിയുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വരെ വന്നപ്പോൾ ഒന്ന് കയറിയതാണെന്ന് പറഞ്ഞത്. നിനക്ക് കൊണ്ടുവിടായിരുന്നില്ലേ? ഇനിയിപ്പോൾ ബസ്സൊക്കെ കെട്ടിച്ചെല്ലുമ്പോൾ ഒരുപാട് സമയം എടുക്കില്ലേ? നിഷ്കളങ്കമായി മല്ലിക പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ്, ഇടയ്ക്ക് വേറെ എവിടെയോ കയറാനുണ്ട്, പൊയ്ക്കോളാം എന്ന് പറഞ്ഞാണ് പോയത്. നമ്മളായിരുന്നു ആദ്യം അങ്ങോട്ടേക്ക് പോകേണ്ടത്, അവർ ആയിരുന്നില്ല വരേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞു, ഏറ്റവും അടുത്തൊരു നല്ല ദിവസം നോക്കി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നീ തിരക്കാണെന്നൊന്നും പറയാതിരുന്നാൽ മതി. എത്രയും പെട്ടെന്ന് അവിടെയും പോയി കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമുണ്ടാക്കണം. നിന്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചെറുചിരിയോടെ മല്ലിക പറഞ്ഞപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ നിമിഷം സഞ്ജയും. ഒന്നും മിണ്ടാതെ അവൻ മുകളിലേക്ക് പോയി. അവൻ്റെ ഒഴിഞ്ഞുമാറ്റം ഒരു നിമിഷം മല്ലികയിലും ഒരു സംശയം നിറച്ചിരുന്നു. മുറിയിലേക്ക് കയറിയതും അവൻ നേരെ ബാത്റൂമിലേക്കാണ് പോയത്. ഷവർ തുറന്ന് ഇട്ട വേഷത്തോടെ അവൻ കുറേ നേരം അതിൻ്റെ ചുവട്ടിൽ നിന്നു. തനിക്ക് മാത്രം എന്താണ് ഇത്തരത്തിലുള്ളൊരു വിധിയെന്ന് അവൻ സ്വയം ചോദിക്കുകയായിരുന്നു. തന്നോട് മാത്രം എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത്? അതിനു മാത്രം എന്ത് തെറ്റാണ് താൻ ചെയ്തിട്ടുള്ളത്? അറിഞ്ഞുകൊണ്ടൊരു മനുഷ്യനെയും നോവിച്ചിട്ടില്ല. പലപ്പോഴും പരുക്കനായി തൻ്റെ സ്വഭാവം കൊണ്ട് പലരും വേദനിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും ആരോടും ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് താൻ നേടിയെടുത്തതാണ് ആ സ്വഭാവം. ഒരിക്കൽ പോലും ഉപദ്രവം വരണമെന്ന് മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും ജനിച്ച കാലം മുതൽ വേദന മാത്രം തിന്നാണ് ഈശ്വരൻ തന്നെ വിധിച്ചത്. ഒരു നിമിഷം അവന് സ്വയം അറപ്പ് തോന്നിയിരുന്നു. ഈശ്വരനെ വേദനിപ്പിക്കാൻ മാത്രമായി കുറച്ച് ജന്മങ്ങളെ അവിടുന്ന് ഭൂമിയിലേക്ക് അയക്കും. ആ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് താനെന്ന് അവന് തോന്നി. എല്ലാത്തിലും ഉപരി ശ്രുതിയെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നതായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സമസ്യ.
മരണത്തിൽ പോലും തനിക്കൊപ്പം ചേരാൻ കാത്തു നിൽക്കുന്നവളാണ്. താൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ അംഗീകരിക്കില്ല. അവളുടെ അമ്മ വന്ന് തന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് പറയാനും വയ്യ. എന്തു പറഞ്ഞാണ് ഇനി താൻ അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? പലകുറി തൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി തന്നെ വേണ്ടെന്ന് വെക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളവളാണ്. അപ്പോഴേക്ക് 1000 വട്ടം താൻ അവൾക്കിനി മരണത്തിലും ജീവിതത്തിലും ഒരുമിച്ചായിരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സ്നേഹിച്ച പെണ്ണിന് കൊടുത്ത ഉറപ്പ് പോലും പാലിക്കാൻ സാധിക്കാത്തൊരു നിസ്സഹായനാണല്ലോ താനെന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു. എന്താണ് താൻ അവളോട് പറയുന്നത്? എങ്ങനെയാണ് അവളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നത്? ഒരു വേള അവളെ താൻ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് അവൻ ചിന്തിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വേദനയിൽ താൻ വീഴുമായിരുന്നില്ല. ഇതിനു മുൻപ് തൻ്റെ ജീവിതത്തിൽ വിവാഹം സംഭവിച്ചപ്പോഴും ആ വിവാഹങ്ങളൊക്കെ നിമിഷ നേരത്തിൻ്റെ ദൈർഘ്യത്തിൽ ഇല്ലാതായപ്പോഴും താൻ ഇത്രയും വേദനിച്ചിട്ടില്ല. കാരണം അവരെയൊന്നും താൻ സ്നേഹിച്ചിരുന്നില്ല. അച്ഛനും അമ്മയും കണ്ടുപിടിച്ചവർ, അതിനപ്പുറം അവർക്ക് തൻ്റെ മനസ്സിൽ ഒരിടവും ഉണ്ടായിരുന്നില്ല. തൻ്റെ വിധി കാരണം നിസ്സഹായരായിപ്പോയ പെൺകുട്ടികളോട് സഹതാപം ഉണ്ടായിരുന്നു മനസ്സിലെന്നത് സത്യമാണ്. പക്ഷെ ഒരു വേള പോലും ആരോടും പ്രണയം തോന്നിയിട്ടില്ല. എന്നാൽ ഇതങ്ങനെയല്ല. ആദ്യമായും അവസാനമായും തന്നിൽ മോഹത്തിൻ്റെ വിത്ത് പാകി തന്നവളാണ്. സ്വപ്നം കാണാൻ പഠിപ്പിച്ചവളാണ്. അവളെ താൻ എങ്ങനെ മറക്കും? അവളെ തന്നെ സ്നേഹിക്കുന്നത് എത്ര മടങ്ങാണെന്ന് തനിക്കറിയാം. അതിലും ഒരു 100 മടങ്ങ് താൻ അവളെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആരുമില്ലാത്ത ജീവിത വഴിയിൽ ഒറ്റയ്ക്കായ ആ അമ്മയുടെ സങ്കടത്തിൻ്റെ മുൻപിൽ തൻ്റെ വേദനയുടെ ത്രാസ് ത്രാണു പോകുമെന്ന് അവന് തോന്നി. ജന്മം നൽകിയവർക്ക് മാത്രമേ സ്വന്തം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറമായി ആണ് സംഭവിക്കുന്നത് എങ്കിൽ ആ അമ്മയോട് എന്ത് പറഞ്ഞ് താൻ ആശ്വസിപ്പിക്കണം? പിന്നീട് എന്തെങ്കിലും കുറ്റബോധമില്ലാതെ ഉറങ്ങാൻ തനിക്ക് സാധിക്കുമോ? തൻ്റെ ജീവിതം ഒരിക്കലും ശരിയാവാത്ത ഒന്നാണെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ തനിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീണ്ടും ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ നിൽക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. ഒന്നുമല്ലെങ്കിൽ ഒരു വെളിപ്പാടകലെ എവിടെയെങ്കിലും അവൾ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയും. അവൾ ജീവനോടെ ഇരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം തനിക്ക് സന്തോഷം നൽകുന്ന എന്താണുള്ളത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒപ്പം താനും ഈ ലോകം വിടുമെന്ന് അവളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിലും നല്ലത് അവൾ സന്തോഷത്തോടെ മറ്റൊരാൾക്കൊപ്പം ജീവിക്കുന്നതല്ലേ? ഒരാളുടെ വേദന കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കുമെങ്കിൽ, മറ്റുള്ളവർ സമാധാനിക്കുമെങ്കിൽ ആ ഒരാൾ മാത്രം വേദനിക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിലും ഒന്നഴുകിയാലേ ഒന്നിന് വളമാവുകയുള്ളൂ. എന്തു പറഞ്ഞാലും ശ്രുതിയെ തന്നിൽ നിന്നും അകറ്റണമെന്ന ഒരു തീരുമാനത്തിലാണ് അവൻ എത്തിയിരുന്നത്. ഇല്ലെങ്കിൽ അത് തന്നേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ശ്രുതിയെയാണ്. ഒരു നിമിഷം അവളോട് തോന്നിയ മോഹത്തിൻ്റെ പേരിൽ താൻ മറ്റെല്ലാം മറന്നു പോയിരുന്നു. അവളുടെ ജീവൻ ആപത്തിലാണ് എന്ന് താൻ എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ പോയത്? മുന്നിൽ 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്ത് ധൈര്യത്തിലാണ് ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ താൻ മുൻകൈയെടുത്തത്? ഈ ജന്മം തനിക്ക് വിവാഹ ജീവിതം പറഞ്ഞിട്ടില്ല. ശ്രുതി തൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും അകന്നു പോകണം. അവൻ ദൃഢനിശ്ചയമെടുത്തു. അവൻ്റെ കണ്ണിൽ നിന്നും ആ നിമിഷം ഒഴുകിയത് കണ്ണുനീരായിരുന്നില്ല, ലാവയായിരുന്നു. പുരുഷന്മാർ കരയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ചങ്ക് പൊട്ടുന്ന സാഹചര്യത്തിൽ ഒരാശ്വാസം പകരാൻ കരച്ചിലല്ലാതെ മറ്റെന്താണ് പ്രതിവിധി? ഒന്ന് അലറിക്കരയാൻ ആ നിമിഷം അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാധിക്കില്ലല്ലോ. സമൂഹത്തിന് മുൻപിൽ താൻ പുരുഷനല്ലേ, എന്തും സഹിക്കേണ്ടവൻ. അവന് മൃദുവികാരങ്ങൾ പാടില്ല. സ്ത്രീകളെ പോലെ കരഞ്ഞാൽ അവൻ സ്ത്രീയാണെന്ന് സമൂഹം പറയും. അവന് വേദനയും ദുഃഖവും ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നില്ല. പുരുഷൻ എന്ന മൂടുപടത്തിനുള്ളിൽ അവൻ സഹിക്കുന്നത് എന്തൊക്കെ വേദനകളായിരിക്കും. ചുണ്ടിന് മുകളിൽ അല്പം രോമമുണ്ടായിപ്പോയി എന്നതുകൊണ്ട് മാത്രം കരയാൻ സാധിക്കാതെ പോകുന്ന ജന്മങ്ങളാണ് ഓരോ പുരുഷന്മാരുമെന്ന് അവൻ ഓർമ്മിച്ചു. മറ്റുള്ളവർക്ക് മുൻപിൽ നിന്ന് അവനൊന്ന് കരഞ്ഞാൽ അവൻ പിന്നെ കോമാളിയാണ്, ആണത്വമില്ലാത്തവനാണ്. ഒന്ന് പൊട്ടിക്കരയുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന സമാധാനം വേറെ എവിടെയാണ് ലഭിക്കുന്നത്? ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഷവർ ഓഫ് ചെയ്ത് നനഞ്ഞ ഡ്രസ്സ് മാറി അവൻ തലയെല്ലാം തോർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 4 മിഡ്സ് കോൾ ഫോണിൽ കിടപ്പുണ്ട്. നോക്കിയപ്പോൾ ശ്രുതിയാണ്. തിരിച്ചു വിളിക്കാൻ തോന്നിയില്ല. വീണ്ടും കോള് വന്നപ്പോൾ അവൻ ഒന്നും നോക്കാതെ ഫോൺ അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു.